യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റൺ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ്. ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ. നമ്മൾ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണ്. നാം ഭൂതകാലത്തെക്കുറിച്ച് കണ്ടു. ഇനി നാം ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ ഓരോരോ സംഭവങ്ങളായാണ് നോക്കിക്കാണാൻ പോകുന്നത്. പാസ്റ്റർ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പ്രോഗ്രാം നിങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കുവാൻ വേണ്ടി ആയിട്ടല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളെ അതിലേക്ക് നയിക്കുവാൻ വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ്. നിങ്ങളത് സ്വയം വായിക്കേണ്ടതാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളത് വായിച്ചാൽ നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നാം കുറച്ച് സംഭവ പരമ്പരകളാണ് നോക്കാൻ പോകുന്നത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനം വരെ നാം കാലഘട്ടങ്ങളായി തിരിച്ചു നോക്കുവാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേദപുസ്തകത്തിന്റെ സമയകാലഘട്ടങ്ങൾ മനസ്സിലാക്കാം. നാം സൃഷ്ടിയിൽ ആരംഭിക്കുവാൻ പോവുകയാണ്. മനുഷ്യന്റെ വീഴ്ച വരെ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവനോട് ലോകത്തെ കീഴടക്കി ഭരിക്കുവാനുള്ള ഒരു ആജ്ഞ കൊടുത്തിരുന്നു. അവൻ ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനൊരു തോട്ടക്കാരനായിരുന്നു. പിന്നീട് നമുക്കറിയാം ഒരു പ്രലോഭനമുണ്ടായി എന്ന്, ദൈവത്തെ പോലെയാകുവാൻ. ചില സമയത്ത് പാസ്റ്റർ അതിശയിക്കാറുണ്ട്, അവർ അല്ലെങ്കിലേ തന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്, പിന്നെ എന്തിനാ അവർക്ക് അങ്ങനെ തോന്നിയെന്ന്. എന്തൊക്കെയായാലും നമുക്കറിയാം, പാമ്പ്, അതായത് പഴയകാല ഡ്രാഗൺ അഥവാ സാത്താൻ അവരെ വഞ്ചിച്ചു. അതിന്റെ ഫലമായി അവർ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. മനുഷ്യന്റെ വീഴ്ചയുടെ മറ്റ് അനന്തരഫലങ്ങളെ കുറിച്ച് പാസ്റ്റർ നമ്മെ പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ സർപ്പം, ഡ്രാഗൺ, സാത്താൻ, അവൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എങ്ങനെയാണ് സാത്താൻ വീണത്? ചില ആളുകൾ പറയുന്നു ഉൽപ്പത്തി 1-ാം വാക്യത്തിന്റെയും 2-ാം വാക്യത്തിന്റെയും ഇടയിലാണ് അവൻ വീണു പോയത് എന്ന്. ചിലർ പറയും ഉൽപ്പത്തി 3-ാം അധ്യായത്തിലാണെന്ന്. രണ്ടും വചനത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. നാം അതിലേക്കല്ല ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ ദൈവം അനുവദിച്ചാൽ പിന്നീട് ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഈ 2 പോയിന്റുകളെ കുറിച്ചും നാം കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ കണ്ടാലും മതി. ഒരുപക്ഷെ നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇത് മുഴുവൻ നോക്കാൻ പറ്റിയില്ല എങ്കിൽ. പാസ്റ്റർ ഇത് പറയാൻ കാരണം എന്തെന്നാൽ, എന്തൊക്കെയാണ് പണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് നോക്കേണ്ടത് യേശു അതിനെ എന്ത് ചെയ്തു, നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്നൊക്കെയാണ്. മനുഷ്യന്റെ വീഴ്ച മുതൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പ്രത്യാശ നൽകപ്പെട്ടിരിക്കുന്നു. അത് ചരിത്രമാണ്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ വീണ്ടെടുപ്പ് പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം. നമുക്ക് സൃഷ്ടി മുതൽ വീഴ്ച വരെ ഉണ്ട്. അതിനുശേഷം നാം വീഴ്ച മുതൽ പ്രളയം വരെ നോക്കുവാൻ പോവുകയാണ്. കായേനും ഹാബേലും ഉണ്ടായി. ആദ്യ കൊലപാതകത്തിന് ശേഷം കായേനെ പറഞ്ഞുവിട്ടു. അതിനുശേഷം ദുഷ്ടത പെരുകി. ഉൽപ്പത്തി 6-ൽ നമുക്ക് മനസ്സിലാക്കാം, മനുഷ്യജനിതകം കളങ്കപ്പെട്ടു. നാം കണ്ടു നോഹ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കാരണം അവന്റെ തലമുറയിൽ അവൻ പെർഫെക്റ്റ് ആയിരുന്നു. ദൈവം നോഹയോട് ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. അതിനുശേഷം ഒരു പ്രളയം ഉണ്ട്. പ്രളയത്തിന് ശേഷം ദൈവത്തിന് നോഹ ഒരു ബലി അർപ്പിച്ചു. ദൈവം അവനുമായി ഒരു ഉടമ്പടി നൽകി, മഴവിൽ ഉടമ്പടി. അത് പ്രളയത്തിന് തൊട്ടുപുറകിൽ നാം നോഹയുടെ ലജ്ജ കണ്ടു. അവൻ മദ്യപിച്ച് മത്തനായി, നഗ്നനായി. അത് അവന്റെ അനന്തരാവകാശങ്ങളിന്മേൽ ഒരു ശാപം വരുത്തിവെച്ചു. പാസ്റ്റർ പറഞ്ഞിരുന്നു മദ്യപാനം എങ്ങനെ നഗ്നത വരുത്തുന്നു എന്നും എങ്ങനെ അത് ശാപം വരുത്തിവെക്കുന്നു എന്നും. പുതിയ ഉടമ്പടി നമ്മോട് പറയുന്നു ഉന്മത്തരാകാതിരിക്കുക, ജാഗരൂകരായിരിക്കുക എന്ന്. അതിനുശേഷം നാം ബാബേൽ ഗോപുരത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അതിനുശേഷം നാം അബ്രാഹത്തിലേക്ക് എത്തുന്നു. അബ്രാഹാമിൽ നിന്നും ഈജിപ്ത് വരെയാണ് അടുത്ത കാലഘട്ടം. ഉൽപ്പത്തി 12-ൽ ദൈവം അബ്രാഹാമിനെ വിളിക്കുന്നു. അബ്രാഹാം ലോത്തുമായി അവിടം വിടുന്നു. ലോത്തും അബ്രാഹാമും തമ്മിൽ തല്ലുണ്ടായി പിരിയുന്നത് വരെ. ലോത്ത് സോദോം ഗോമോറ താഴ്വര തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നാം സോദോം ഗോമോറയുടെ പാപത്തെക്കുറിച്ച് വായിക്കുന്നു. അബ്രാഹത്തിന് ഇസഹാക്ക് ഉണ്ടാകുന്നു. ഇസഹാക്കിന് യാക്കോബിന് 12 മക്കൾ. അതിൽ യോസഫിനെ അവന്റെ സഹോദരന്മാർ അടിമത്തത്തിലേക്ക് വിൽക്കുന്നു. പക്ഷെ അവനെ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ദൈവം ഉയർത്തുന്നു. ക്ഷാമത്തിന്റെ കാലത്ത് യാക്കോബും മക്കളും ഈജിപ്തിലേക്ക് താമസിക്കാൻ വരുന്നു. യോസേഫ് അവരെ നോക്കുന്നു. അവർ ഈജിപ്തിലേക്ക് ഒരു കുടുംബമായി പോകുന്നു. അവിടെ അവർ അഭിവൃദ്ധിപ്പെടുന്നു. ഉൽപ്പത്തി ഇവിടെ അവസാനിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം ഈ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. അടുത്ത കാലഘട്ടം ഈജിപ്ത് മുതൽ സിനായ് വരെ. ഇസ്രായേൽ ഈജിപ്തിലാണ്. അവിടെ മറ്റൊരു ഫറവോൻ അധികാരമേൽക്കുന്നു. ഈ ഫറവോന് യൗസേഫിനെ കുറിച്ചൊന്നും അറിയില്ല. അയാൾ ഇസ്രായേൽ മക്കളുടെ വളർച്ച കണ്ട് പേടിക്കുന്നു. അയാൾ അവരെ അടിമകളാക്കി മാറ്റുന്നു. ദൈവം അബ്രാഹാമിനോട് പ്രവചിച്ചിരുന്നത് പോലെ തന്നെ. മോശയുടെ ജനനം
വരെ അവർ അടിമകളായി. മോശ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മോശയിൽ ആ ശിശുവിന് ഒരു പ്രത്യേകത തോന്നി. മോശ ജനിച്ചപ്പോൾ ദേശത്ത് വളരെ വലിയൊരു ദുരന്തമുണ്ടായി. ഫറവോൻ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാനുള്ള ഉത്തരവിറക്കി. മോശയെ രക്ഷിക്കാൻ മോശയുടെ മാതാപിതാക്കൾ അവനെ ഒരു തൊട്ടിലാക്കി നൈൽ നദിയിലേക്ക് ഒഴുക്കിവിട്ടു. ഫറവോന്റെ സഹോദരി അവനെ കണ്ട് അവനെ മകനെ പോലെ എടുത്തു വളർത്തി. ആയതിനാൽ മോശ ഒരു രാജകുമാരനെ പോലെ ഈജിപ്തിൽ വളർന്നു. അവൻ യുവാവായപ്പോൾ ഒരു ദിവസം അവൻ കരുതി അവനാണ് തന്റെ ജനത്തെ രക്ഷിക്കാൻ ഉള്ള രക്ഷകൻ. അവൻ ജഡത്തിൽ തന്റെ ജനത്തെ രക്ഷിപ്പാൻ വേണ്ടി ഒരു ഈജിപ്തുകാരനെ കൊന്നു. പക്ഷെ അത് കൊണ്ട് അവന് ഈജിപ്ത് വിടേണ്ടി വന്നു. പിന്നീട് മിദ്യാനിലെ പുരോഹിതന്റെ മകളെ വിവാഹം കഴിച്ച് തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം എരിയുന്ന ഒരു മുൾച്ചെടിയെ കണ്ടു. ആ ചെടി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും അത് അഗ്നിയാൽ വിഴുങ്ങപ്പെട്ടിരുന്നില്ല. അതെന്താണെന്ന് പരിശോധിക്കുവാൻ പോയപ്പോൾ ആ മുൾച്ചെടിയിൽ നിന്നും ദൈവം അവനോട് സംസാരിച്ചു. അവിടുന്ന് പറഞ്ഞു, തിരിച്ചു പോയി എന്റെ ജനത്തെ രക്ഷിക്കുമെന്ന്. മോശ പറഞ്ഞു തനിക്ക് അതിന് പറ്റില്ലെന്നും താൻ അതിന് പറ്റിയവനല്ലെന്നും തനിക്ക് അതിന് വേണ്ട കഴിവുകളില്ലെന്നും പറഞ്ഞു. അപ്പോൾ ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന്. വേദപുസ്തകം പറയുന്നു, ആ നിമിഷം, ആ വടി കൊടുത്ത നിമിഷം മുതൽ ആ ദൈവം ആ വടി തിരികെ കൊടുത്തിട്ട് അതിനെ ഇനി ദൈവത്തിന്റെ വടി എന്നറിയപ്പെടും എന്ന് പറഞ്ഞു. മോശയായിരുന്നു ആ രക്ഷകൻ. ആ വലിയ വിടുതലിന് മുമ്പ് താനാണ് ദൈവം എന്ന് 10 ബാധകൾ അയച്ചു ദൈവത്തിന് തെളിയിക്കേണ്ടതായി വന്നു. വലിയ വിടുതലുണ്ടായി. അവർ ചാവുകടൽ കടന്നു. കടൽ 2ആയി വിഭജിക്കപ്പെട്ടു. ആ നിലത്തിലൂടെ അവർ നടന്നു. അവർ സീനായിലേക്ക് പോയി. പുറപ്പാട് 19:20 അത് പറയുന്നു. അതിനുശേഷം ദൈവം സീനായ് മലയിൽ വന്നു. എന്നിട്ട് മോശയെ മലമുകളിലേക്ക് വിളിപ്പിച്ചു. മോശ മുകളിലേക്ക് പോയി. അവർ ചാവുകടൽ കടന്ന് ആ മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ ദൈവം ആ മലമുകളിൽ അവരെ കാണുവാൻ വേണ്ടി എത്തി. ദൈവം മോശയോട് പറഞ്ഞു, നീ മുകളിലേക്ക് വാ, എന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുമെന്ന്. മോശ മുകളിലേക്ക് പോയി. പുറപ്പാട് 31:18 പറയുന്നു, അവൻ സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക 2 അവന്റെ കയ്യിൽ കൊടുത്തു. മോശ ദൈവത്തിനൊപ്പം 40 രാവും 40 പകലും മലമുകളിലായിരുന്നു. ഇസ്രായേൽക്കാർ താഴ്വരയിലായിരുന്നു. മോശ പോയപ്പോൾ അവർ ചോദിച്ചു, ഈ മോശ എവിടെ പോയി? അവൻ പോയി, നമുക്കിനി വേറെ എന്തിനെങ്കിലും ആരാധിക്കാമെന്ന്. അങ്ങനെ അവർ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. മോശ താഴെ വന്നപ്പോൾ അവനൊരു ശബ്ദം കേട്ടു. അത് യുദ്ധത്തിന്റെ ശബ്ദമല്ല, പക്ഷെ സന്തോഷത്തിന്റെയും പാട്ടിന്റെയും ആർപ്പുവിളിയുടെയൊക്കെ ശബ്ദമാണ്. അവിടെ നടക്കുന്ന വൃത്തികേട് കണ്ടപ്പോൾ ദൈവം തന്ന ആ കൽപ്പലകൾ അവൻ പൊട്ടിച്ചു കളഞ്ഞു. പുറപ്പാട് 32:19 അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്നും എറിഞ്ഞു, പർവ്വതത്തിന്റെ അടിവാരത്ത് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ദൈവം അവനൊരു പുതിയ കൽപ്പലകൾ കൊടുത്തു. പുറപ്പാട് 34:4 അങ്ങനെ മോശ മുമ്പിലത്തെവയെ പോലെ 2 കൽപ്പലകൾ ചെത്തി അതികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായ് പർവ്വതത്തിൽ കയറി കൽപ്പലകൾ 2 കയ്യിൽ എടുത്തുകൊണ്ട് പോയി. സീനായിൽ നിന്നും നമുക്ക് കാദേശിലേക്ക് പോകാം. സീനായുടെ താഴെ ദൈവത്തിന്റെ മനോഹരമായ മാനിഫെസ്റ്റേഷന് ശേഷം ഇസ്രായേൽ ദൈവവുമായി ഒരു ഉടമ്പടിയിലേക്ക് എത്തി. അത് രക്തത്തിന്റെ ഉടമ്പടിയായിരുന്നു, വളരെ പരിശുദ്ധമായതും. അത് പഴയ മനുഷ്യർ വളരെ പ്രസിദ്ധവും തകർക്കാൻ പറ്റാത്തതുമായ ഒരു ചടങ്ങായിരുന്നു അവർക്കത്. ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഈ പോയിന്റ്സ് നമ്മുടെ പഠനങ്ങൾക്ക് വളരെ ആവശ്യമാണ്. പകുതി രക്തം ബലിപീഠത്തിന്മേലും പകുതി രക്തം ജനത്തിന്മേലും തളിച്ചു. ഇത് കാണിക്കുന്നതെന്നാൽ എല്ലാവരും ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അംഗീകരിച്ചു എന്നാണ്. ഈ ഉടമ്പടിയിൽ ഇസ്രായേൽ കൂറുള്ളവരും ആരാധിക്കുന്നവരും സേവിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും കൂറുള്ളവരും ആയിരിക്കും എന്നതായിരുന്നു. ദൈവമാകട്ടെ അവരെ തുടർന്ന് സംരക്ഷിക്കുകയും കാക്കുകയും ചെയ്യുമെന്നും. ഈ ഉടമ്പടിയെ മോശയുടെ നിയമം എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമം മുഴുവൻ ഈ അടിസ്ഥാന നിയമത്തിന്റെ വിപുലീകരണമാണ്. ഈ നിയമത്തിന്റെ പ്രായോഗികത ഇസ്രായേലിന്റെ അനുഭവത്തിലൂടെ കാണിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് 6:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്നും ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. അതുകൊണ്ട് ഈ ഉടമ്പടി ദൈവത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ഒരു വിവാഹം ആയിരുന്നു. നമുക്കിത് അറിയാവുന്നത് എന്തുകൊണ്ടെന്നാൽ, നോർത്തേൺ ഇസ്രായേലിൽ ഇസ്രായേലിനെ എൻ്റെ ഭാര്യയോ ഞാൻ അവളുടെ ഭർത്താവോ അല്ലെന്ന് ഡിവോഴ്സിനെ കുറിച്ച് പറയുന്ന പരാമർശത്തിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ഹോശേയ 2:1-2 അധ്യായത്തിലേക്ക് പോകാം. ഹോശേയ 2:1-2 വാക്യങ്ങൾ.
നിങ്ങളുടെ സഹോദരിമാർക്ക് അമ്മി എൻ്റെ ജനം എന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് റൂഹ്മ കൃപ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പിൻ. വ്യവഹരിപ്പിൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പിൻ. അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്തു നിന്നും വ്യഭിചാര മുലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ. ദൈവം ഇസ്രായേലിനെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ ഒരിക്കൽ അവർ വിവാഹിതർ ആയിരുന്നിരിക്കണം. ഇരമ്യാവിൽ ദൈവം വ്യക്തമായി പറയുന്നുണ്ട് അവിടുന്ന് ഇസ്രായേലിന്റെ നോർത്തേൺ രാജ്യത്വത്തിലേക്ക് ഒരു വിവാഹമോചന കരാർ നൽകിയിരിക്കുന്നു എന്ന്. ഇരമ്യാവ് 3:8 വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ച് ഉപേക്ഷണ പത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. സീനായ് മലയിൽ എന്താണ് നടന്നത് എന്ന് നിങ്ങൾ കാണണം. ദൈവദൃഷ്ടിയിൽ സീനായി ഒരു കല്യാണമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിഷയം വീണ്ടും വീണ്ടും വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മോശയുടെ നിയമം കൊടുക്കപ്പെട്ടു. കാദേശിൽ മോശ 12 പേരെ നോക്കിക്കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞു അത് വളരെ ആകർഷകവും നല്ലതുമായ ദേശമാണ് എന്ന്. അവർ ആ നാടിന്റെ ഫലങ്ങൾ ഒരു തെളിവിനായി കൊണ്ടുവരികയും ചെയ്തു. അതിൽ 2 പേര് മാത്രമേ തങ്ങൾക്ക് ആ ദേശത്തെ കീഴടക്കാൻ പറ്റൂ എന്ന് കരുതിയിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ജനത്തെ നിരുത്സാഹപ്പെടുത്തി. ജനം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ് മാനിച്ചത്. അതും പോരാഞ്ഞ് ഈജിപ്തിലേക്ക് തിരിച്ചു പോരാനുള്ള ഒരു ചിന്തയും അവർക്ക് തോന്നി. ഈ അവിശ്വാസത്തിനും തുറന്നുള്ള കലാപവും കാരണം അവർ 40 വർഷം വിജനതയിൽ അലഞ്ഞു തിരിയുവാൻ വിധിക്കപ്പെട്ടു. 20 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും, യോശുവയും കാലേബും ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം ആ വാഗ്ദത്ത നാട്ടിലേക്ക് കയറുവാൻ സാധിച്ചില്ല. തങ്ങളുടെ അവിശ്വാസം കൊണ്ട് അവർ ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുക മാത്രമല്ല, പിന്നെയോ അവിടെ മരിക്കേണ്ടതായും ചെയ്യേണ്ടി വന്നു. കാദേശിൽ നിന്ന് നാം മോശയുടെ മരണത്തിലേക്കാണ് പോകുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്തെന്നാൽ, മോശ വളരെ വലിയ വിമോചകനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് പോലും വാഗ്ദത്ത നാട്ടിലേക്ക് കയറുവാൻ സാധിച്ചില്ല. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ എത്തും മുമ്പ് മോശ മരിക്കുമെന്ന്. ദൈവം തന്നെയാണ് മോശയെ അടക്കം ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആവർത്തന പുസ്തകം 34:5-6. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബെത്പെരിയോലിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്ന് വരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല എന്ന് നമുക്കറിയാം. യൂദായിൽ നിന്നറിയാം നമുക്ക് കാവൽ ദൂതനായ മിഖായേൽ സാത്താനുമായി മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചു എന്ന് യൂദ 9 പറയുന്നു. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാടെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന്. മിഖായേലിന് മോശയുടെ ശരീരം വേണ്ടിയിരുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു നിഗൂഢതയായി തോന്നേണ്ടതില്ല. കാരണം നിങ്ങൾക്കറിയാം ഉൽപ്പത്തി 6 നടന്ന സംഭവ പരമ്പരകൾ എന്താണെന്ന്. മോശയുടെ മരണത്തിൽ നിന്നും യോശുവയുടെ കീഴടക്കലിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു. യോശുവ ആ മാൻഡിൽ അല്ലെങ്കിൽ ആ മേലങ്ക എടുക്കുവാൻ തയ്യാറാകുന്നു. ദൈവം യോശുവയോട് പറയുന്നു, ശക്തിമാനും ധൈര്യശാലിയുമാവുക, നിന്റെ കാൽ പതിയുന്നിടമെല്ലാം നിനക്ക് നൽകപ്പെടുമെന്ന്. അവിടുന്ന് പറയുന്നു, നിയമത്തെ ധ്യാനിക്കുക, ജയം നിന്നെ ഓവർടേക്ക് ചെയ്യുമെന്ന്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോശുവ കാനാൻ ദേശം കീഴടക്കുന്നു. വേറൊരു മറികടക്കൽ ക്രോസിംഗും കൂടിയും ഉണ്ട്. അതും ഇസ്രായേൽക്കാർ മറികടന്നു. അതിനുശേഷം ജെറിഹോ യുദ്ധമുണ്ട്. ഈ സമയം മുതൽ ന്യായാധിപതിമാരുടെ കാലത്തിലേക്ക് കടക്കുന്നു, ജഡ്ജസിന്റെ കാലം. യോശുവയുടെ മരണശേഷം ദൈവം പല പല ദേവപുരുഷന്മാരെയും എഴുന്നേൽപ്പിച്ചു. ദേവപുരുഷന്മാരും വിമൻ ഓഫ് ഗോഡും ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. പ്രവാചികളും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരു ന്യായാധിപതിയോ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ എപ്പോഴൊക്കെ ഒരു ന്യായാധിപതി ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇസ്രായേൽക്കാർ ദൈവത്തെ സേവിച്ചു. ജഡ്ജിമാർ അല്ലെങ്കിൽ ന്യായാധിപന്മാർ ഇല്ലാതിരുന്ന കാലത്ത് ഇസ്രായേൽക്കാർ തങ്ങളുടെ കണ്ണിൽ തോന്നിയതുപോലെ നല്ലത് എന്ന് തോന്നിയതെല്ലാം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ അത് കയറ്റിറക്കങ്ങൾ ആണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. ന്യായാധിപതി ഉള്ളപ്പോൾ ദൈവത്തെ അവർ സേവിക്കും, ഇല്ലെങ്കിൽ അവർ അവരെ തന്നെ സേവിക്കും. അപ്പോൾ ദൈവം അവരെ വിധിക്കും. അവർ ദൈവത്തോട് കരഞ്ഞു നിലവിളിക്കും. അപ്പോൾ ദൈവം അവർക്കൊരു ന്യായാധിപതിയെ കൊടുക്കും. ഇതൊരു സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടേയിരുന്നു. ശമൂവേൽ എന്ന പേരായ ആളുടെ കാലം വരെ. ശമൂവേൽ ഒരു പ്രവാചകൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം അവസാനത്തെ ന്യായാധിപതി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ജനങ്ങൾ പറഞ്ഞു തങ്ങൾക്ക് മറ്റ് രാജ്യക്കാരെ പോലെ ഒരു രാജാവിനെ വേണമെന്ന്.
ദൈവം ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഒരു രാജാവിനെ വേണമെന്ന്? അവർ പറഞ്ഞതുകൊണ്ട് ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തു. ന്യായാധിപന്മാരിൽ നിന്നും നാം ശൗലിന്റെ ഭരണത്തിലേക്ക് വന്നു. ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ അവൻ സ്വന്തം കണ്ണിൽ വളരെ ചെറുതായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഗർവിഷ്ഠനായ ദൈവത്തിന് അദ്ദേഹത്തിനെ മാറ്റി സ്ഥാപിക്കേണ്ടതായി വന്നു. ഇത് ദാവീദിന്റെ ഭരണകാലത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ദാവീദ് ഇസ്രായേലിനെ മുഴുവൻ ഭരിച്ചു. ഏതൊരു യുദ്ധം ഏറ്റെടുത്താലും ദൈവം കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവന് ജയം തന്നെ ലഭിച്ചു. ജയങ്ങൾ കുറെ ആയപ്പോൾ അദ്ദേഹം കരുതി, പട്ടാളക്കാർ യുദ്ധത്തിന് പോകുമ്പോൾ തനിക്ക് വെറുതെ ഇരുന്നാൽ മതിയെന്ന്. രാജാക്കന്മാർ യുദ്ധത്തിന് പോയപ്പോൾ ദാവീദ് തന്റെ കൊട്ടാരത്തിലിരുന്നു. അദ്ദേഹം ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ കുളിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന് ആ സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടായി. ആ സ്ത്രീയുടെ ഭർത്താവിനെ അദ്ദേഹം കൊന്നു. ദൈവം ദാവീദിന്റെ പാപത്തിൽ അദ്ദേഹത്തെ പിടിച്ചു. അതിന് തിക്തഫലങ്ങൾ ഉണ്ടായി. അത് ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് ദൈവത്തിന് ഒരു ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ മകൻ ദേവാലയം പണിയുമെന്ന്. മിക്ക സങ്കീർത്തനങ്ങളും എഴുതിയത് ദാവീദാണ്. ദാവീദിൽ നിന്ന് നാം ശലോമോനിലേക്ക് വരുന്നു. ശലോമോൻ ബാത്ഷേബയിൽ ദാവീദിനുണ്ടായ രണ്ടാമത്തെ മകനാണ്. ബാത്ഷേബ എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ആദ്യത്തെ പുത്രൻ മരിച്ചു. രണ്ടാമത്തവനാണ് ശലോമോൻ. അവൻ ദാവീദിന് ശേഷം രാജാവായി. 1 രാജാക്കന്മാർ 2:5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട്, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളത് പോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവൻ ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായ യഹോവയെ നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനും ഒരു ബാലനത്രേ കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കവും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തു, എന്തെന്നാൽ നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷം ഉണ്ടാവുകയുമില്ല. അതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്ന പോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴിയിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും എന്ന്. നമുക്കറിയാം, ശലോമോന് ദൈവമാണ് വിജ്ഞാനം കൊടുത്തത് എന്ന്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, അവൻ ജ്ഞാനിയായി ഇരുന്നില്ല. കാരണം അവൻ വളരെയധികം വിവേക ആയിരുന്നെങ്കിൽ 90,000 അമ്മായിയമ്മമാർ ആവാൻ വേണ്ടി അവൻ ശ്രമിക്കില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് 90,000 ഭാര്യമാരുണ്ടായിരുന്നു. ആ അറിവ് മുഴുവൻ ഒന്നിനുമായില്ല. പക്ഷെ ശലോമോന്റെ എഴുത്തുകൾ വിവേകമുള്ളത് എന്നാണ് അറിയപ്പെടുന്നത്. സദൃശ്യവാക്യങ്ങൾ പലതും എഴുതിയിരിക്കുന്നത് ശലോമോനാണ്. ഉത്തമഗീതവും സഭാപ്രസംഗിയും. അവനുണ്ടായിരുന്ന ഭാര്യമാർ അവനെ ഒരു വഴിക്കാക്കി, ദൈവത്തിൽ നിന്നും അകറ്റി. അതുകൊണ്ട് ശലോമോന് ശേഷം രാജ്യം വിഭജിക്കപ്പെട്ടു. വടക്കും തെക്കും രാജ്യത്വങ്ങൾ ആയി. വടക്കൻ രാജ്യം ഇസ്രായേൽ എന്നറിയപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തെക്കൻ രാജ്യം യഹൂദ എന്നറിയപ്പെട്ടു. 2 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു, യഹൂദയും ബെഞ്ചമിനും. വടക്കൻ രാജ്യം ദുഷ്ടത നിറഞ്ഞതായിരുന്നു. നേരത്തെ വായിച്ചു, ദൈവം അവരെ ഉപേക്ഷപത്രം കൊടുത്ത് ഡിവോഴ്സ് ചെയ്തു എന്ന്. തെക്കൻ രാജ്യവും ഒരേപോലെ കൊള്ളരുതാത്തതായിരുന്നു. ദൈവത്തിന്റെ ദാവീദിനോടുള്ള വാഗ്ദാത്തം മൂലം ദൈവം അവരെ നിലനിർത്തി. പക്ഷേ അവർ 2 പ്രവാസത്തിലേക്ക് പോയിരുന്നു. ശലോമോനിൽ നിന്നും വിഭജിക്കപ്പെട്ട രാജ്യത്വം ഉണ്ട്. ഇനി നാം പ്രവാസമാണ് നോക്കാൻ പോകുന്നത്, എക്സൈൽ. കാരണം ബാക്കിയുള്ള പഴയ ഉടമ്പടി ഒന്നുകിൽ വടക്കൻ രാജ്യത്വത്തിന്റെയോ തെക്കൻ രാജ്യത്വത്തിന്റെയോ വീക്ഷണകോണിൽ നിന്നും പ്രവാസകാലത്താണ് എഴുതപ്പെട്ടത്. തിരിച്ചുവരും രണ്ടാമത്തെ ദേവാലയം പണിയുന്നതും ഈ കാലഘട്ടം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. കാരണം വെളിപാടിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാനിയേൽ താൻ പ്രവാസത്തിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം വടക്കൻ രാജ്യത്വം സമേറിയക്കാരുടെ പ്രവാസം ആണ്. അത് അസിറിയക്കാരാണ് ചെയ്തത്. അടുത്ത വലിയ പ്രവാസത്തിൽ
തെക്കൻ രാജ്യത്വം നശിപ്പിക്കപ്പെട്ടു, അഥവാ യഹൂദയും യെരുശലേം നഗരവും നശിപ്പിക്കപ്പെട്ടു. ഇതിലും പല കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ നെബൂഖദ്നേസർ രണ്ടാമന്റെ കാലത്താണ് സംഭവിച്ചത്. ഈ സമയത്താണ് ശലോമോന്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടത്, ദാവീദിന്റെ സാമ്രാജ്യത്തിന്റെ അന്ത്യമായത്. ഇനി നാം പുനഃസ്ഥാപിക്കലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതും പ്രധാനപ്പെട്ടതാണ്, കാരണം നാം പുനഃസ്ഥാപിക്കലിന്റെ ഭാഗമാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ സൈറസ് എന്ന പേർഷ്യൻ രാജാവിന്റെ ഉത്തരവിനെ തുടർന്ന് 50,000 യൂതന്മാരെ ഇസ്രായേലിലേക്ക് വിട്ടയച്ചു. സെരുബാബേലിന്റെ ദാവീദ് കുടുംബത്തിലെ അനന്തരാവകാശിയുടെ നേതൃത്വത്തിൽ. ഒരു നൂറ്റാണ്ടിനപ്പുറം എസ്രയുടെ നേതൃത്വത്തിൽ കുറച്ചുകൂടി പേർ പ്രവാസത്തിലേക്ക് വന്നു. അടുത്ത 4 നൂറ്റാണ്ടുകളിൽ യഹൂദന്മാർക്ക് സ്വയംഭരണാവകാശം ഉണ്ടായി. ആദ്യം പേർഷ്യക്കാരുടെ കീഴിൽ, പിന്നീട് ഹെലനിസ്റ്റിക് നേതൃത്വത്തിന് കീഴിലും. എസ്രയുടെ കാലത്തിൽ ഉള്ള സ്വരാജ്യത്തേക്കുള്ള മടക്കം, ഒന്നാം ദേവാലയം ഇരുന്നിടത്ത് തന്നെ രണ്ടാം ദേവാലയത്തിന്റെ പ്രവർത്തനത്തിലേക്കുള്ള ഉത്സാഹമായി. യെരുശലേമിന്റെ മതിലുകൾ പണിയപ്പെട്ടു. യഹൂദ ജനതയുടെ ആത്മീകവും നിയമപരവുമായ ഏറ്റവും പരമോന്നത സ്ഥാനങ്ങൾ രണ്ടാം ദേവാലയ നിർമ്മാണത്തിന് തുറക്കം കുറിച്ചു. പേർഷ്യൻ സാമ്രാജ്യത്തിൽ തന്നെ യഹൂദ ഒരു രാഷ്ട്രമായി. അതിന്റെ നേതൃത്വം മഹാപുരോഹിതനും യെരുശലേമിലെ മൂപ്പന്മാരുടെയും കീഴിലായി. അലക്സാണ്ടറുടെ എന്ന ഏറ്റവും വലിയ ചക്രവർത്തിയുടെ കീഴടക്കൽ സമയത്ത് പോലും യെരുശലേം നിയോക്രിസിയുടെ സിറ്റിയുടെ കീഴിലായിരുന്നു. റോമാക്കാർ ക്രമേണ സെല്യൂഡുകളെ മാറ്റി അവിടുത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറി. 36 BC ഹെരോദിനെ യഹൂദ ദേശത്തിന്റെ രാജാവായി റോമക്കാർ നിയമിച്ചു. അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സർവാധികാരങ്ങളും നൽകി. അദ്ദേഹം കിഴക്കൻ പ്രദേശത്തുള്ള റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രതാപശാലിയായ ചക്രവർത്തിമാരിൽ ഒരാളായി മാറി. അദ്ദേഹം സിസേറിയയിലും പരിസര പ്രദേശത്തുമുള്ള പല പട്ടണങ്ങളും വീണ്ടും പണിതു. അദ്ദേഹം ദേവാലയത്തെ ഏറ്റവും മനോഹരമായ ഒന്നായി പണി കഴിപ്പിച്ചു. പക്ഷേ തന്റെ യഹൂദ പ്രജകളുടെ സഹകരണവും വിശ്വാസവും നേടിയെടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഹെരോദാവിന്റെ മരണത്തിന് 10 വർഷത്തിന് ശേഷം യഹൂദ നേരിട്ടുള്ള റോമൻ ഭരണത്തിന് കീഴിൽ വന്നു. അത് പലതരത്തിലുള്ള കലാപങ്ങൾക്കും കാരണമായി. പക്ഷേ വളരെ ശക്തിയേറിയ റോമൻ ശക്തികൾ എപ്പോഴും ഈ കലാപങ്ങൾക്ക് മേൽ വിജയം കൈവരിച്ചു. യേശുവിന്റെ ക്രൂശ് മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം 40 കൊല്ലത്തിന് ശേഷം യെരുശലേം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. യേശുവിന്റെ പ്രവചനം പോലെ ഇത് 3-ാം പ്രവാസത്തിലേക്ക് നയിച്ചു. ഇവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ പാസ്റ്റർ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ മുന്നറിയിപ്പ് കാരണം ക്രിസ്ത്യാനികൾക്ക് റോമാക്കാർ വന്നപ്പോൾ രക്ഷപ്പെടുവാൻ വേണ്ടി പറ്റി. അവർ യെരുശലേമിന് ചുറ്റും ഒരു ഉപരോധം തീർത്തു. ആർക്കും അതിലോട്ട് കയറാനോ ഇറങ്ങാനോ പറ്റിയില്ല. പക്ഷെ ദൈവം ഒരു വഴി തുറന്നു. ചരിത്രപരമായി നിങ്ങൾക്കത് വേണമെങ്കിൽ വായിക്കാം, പക്ഷെ പാസ്റ്റർ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് ക്രിസ്ത്യാനികളെ രക്ഷപ്പെടുവാൻ സഹായിച്ചു. യെരുശലേം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം മൂന്നാം വലിയ പ്രവാസം ആരംഭിച്ചു. റോമൻ ഭരണത്തിന് കീഴിൽ. അത് 2 കാലഘട്ടമായിട്ടാണ് നടന്നത്. അതിനുശേഷം ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ഭൂമി പല കൈകളും കൈമാറി അവസാനം അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ വന്നു. 1948 മെയ് 14 വെള്ളിയാഴ്ച 4 മണിക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അവസാന നാഴിക വന്നു. ഈ മ്യൂസിയത്തിൽ ഡേവിഡ് ബെൻ ഗുരിയോൻ, ഇസ്രായേലിന്റെ ദേശീയ നിർവാഹക സമിതി നേതാവ്, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിന്റെ പ്രഖ്യാപനം വായിച്ചു. അങ്ങനെ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപം കൊണ്ടു. ഇസ്രായേലിലുള്ളവരും പുറത്തുള്ളവരും 3-ാം ദേവാലയം പണിയുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അവർ ഊനമില്ലാത്ത പശുക്കിടാവിനെ അതിനുവേണ്ടി നോക്കി. അത് ദേവാലയ ബലികൾക്ക് വേണ്ടി പ്രത്യേകം വേണ്ട ഒന്നാണ്. അവർ ലേവ്യ ഗോത്രക്കാരുടെ പിൻതലമുറയെ അന്വേഷിക്കുന്നുമുണ്ട്, കാരണം അവർക്ക് മാത്രമേ ദേവാലയ ശുശ്രൂഷകൾ നടത്തുവാൻ വേണ്ടി പറ്റുകയുള്ളൂ. ദേവാലയത്തിന്റെ ഏറ്റവും ചിലവേറിയ ഒരുക്ക ശുശ്രൂഷ എന്തെന്നാൽ 7 ചില്ലയുള്ള മെഴുകുതിരിക്കാലിന്റെ പുനർനിർമ്മാണമാണ്. മെനോറ എന്നാണ് അതിന്റെ പേര്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ 1 താലന്ത്, അതായത് 24 കാരറ്റ് സ്വർണം, 45 കിലോയോളം ഉള്ള അത് വേണം ആ വലിയ മിനോറ. വേദപുസ്തകത്തിൽ പറയുന്ന തരത്തിലുള്ള അതേ അളവുകോലുകളോടുകൂടി ശമൂവേലിന്റെ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന പോലെ ഉള്ളൊരു മിനോറ പണിയുവാൻ വേണ്ടി. ചിലർ പറയും 1948 നടന്നത് ശരിക്കും ഇസ്രായേലിന്റെ വീണ്ടും ചേരലല്ല എന്ന്. ചിലർ പറയും 3-ാം ദേവാലയം എന്നത് നമ്മെ ബാധിക്കുന്നതേ അല്ല എന്ന്, കാരണം നാം ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന്. പക്ഷേ പ്രവചനത്തിൽ പറയുന്നത് ബലി ഇടയ്ക്ക് നിന്ന് പോകുമെന്നും ആയതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്. അങ്ങനെ ബലി നടക്കണമെങ്കിൽ ദേവാലയം വേണം. അങ്ങനെ പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ട്. അതിലേക്കൊന്നും പോകാതിരിക്കലാണ് നല്ലത്. ദൈവം എങ്ങനെ കാര്യങ്ങൾ നോക്കുന്നു എന്ന് നമുക്ക് നോക്കാം. യേശുവിന്റെ കാലത്ത് അവിടുന്ന് ഭൂമിയിൽ നടന്നിരുന്നപ്പോൾ റോമക്കാരാണ് ആ ദേശം ഭരിച്ചിരുന്നത്. മനുഷ്യ ചരിത്രത്തിന്റെ ഇടയിൽ ഇതെല്ലാം നാം മറന്നു പോകാൻ നല്ല സാധ്യതയുണ്ട്. ദൈവം ചെയ്യുന്ന പോലെ നമുക്കും ഇതെല്ലാം ഓർത്തു വെക്കാം. ഗലാത്യർ 4:4 പറയുന്നു,
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കാലസമ്പൂർണത എപ്പോഴായിരുന്നു? തന്റെ പുത്രനെ അയച്ചപ്പോൾ. വെളിപാട് 13:8 പറയുന്നു, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ ചേർത്തിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കുമെന്ന്. എന്നാണ് കുഞ്ഞാട് അറക്കപ്പെട്ടത്? എപ്പോഴാണ് യേശു മരിച്ചത്? എത്ര കൊല്ലം മുമ്പ്? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ അതാണോ ലോകസ്ഥാപനം? ഇവിടെ പറയുന്നു കുഞ്ഞാട് അറക്കപ്പെട്ടത് ലോകസ്ഥാപനം മുതൽ എന്നാണ്. ഒന്നുകിൽ 2 ആടുകൾ വേണം, അല്ലെങ്കിൽ 1. ഇത് ഒരു സ്വർഗത്തിൽ നിന്നുള്ള വെളിപാട് കൊണ്ടേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച്. അതില്ലാതെ ഇത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ വളരെ വിനയാന്വിതർ ആണെങ്കിൽ നിങ്ങൾ പറയും കാലസമ്പൂർണത എന്നാൽ യേശു വന്നപ്പോൾ ആണ് എന്നത്. ആ സമയത്തിനെ സംബന്ധിച്ച് ചിലതുണ്ട് ലോകസ്ഥാപനത്തെ കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്തെന്നാൽ വചനാടിസ്ഥാനത്തിൽ 2 കാലഘട്ടങ്ങൾ ഉണ്ട് എന്നാണ്. എഫേസ്യർ 1:21 വായിച്ചാൽ, സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ആ 2 കാലം? ഈ കാലവും വരുവാനുള്ള കാലവും. അതിലും സിമ്പിളായി പറയാൻ ഇത് പറ്റുമോ? മർക്കോസ് 10:30 പറയുന്നു, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവർ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ലൂക്കോസ് 18:30 പറയുന്നു, ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരും ഇല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. ഈ നടക്കുന്ന കാലത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാം എവിടെയാണ് ജീവിക്കുന്നത്? വരുവാനുള്ള കാലത്തിലാണോ അത് ഈ കാലത്തിലാണോ? ആർക്കെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങൾ ഈ കാലത്തിലാണോ കാലത്തിലല്ല എന്ന്? നാം ഈ കാലത്തിലാണ് ജീവിക്കുന്നത്. ഈ കാലം തീരാൻ പോവുകയാണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇപ്പോൾ മുതൽ നടക്കുന്നത് മുതൽ അവസാന കാലം വരെയുള്ളത് എല്ലാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുവാനുള്ള കാലത്തിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് നാം ആവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജോലി ഇപ്പോഴുള്ള കാലത്തിൽ എല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ആമേൻ. ഈ കാലത്തെക്കുറിച്ച് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 1:20 പറയുന്നു, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷതമാക്കിയില്ലയോ എന്ന്. നാം NKJV ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകകാലം എന്ന വാക്ക് വിട്ടുപോകും. അതുകൊണ്ട് പാസ്റ്റർ HCBSBയിൽ നിന്നാണ് വായിക്കുന്നത്. ഡിബേറ്റർ ഓഫ് ദ ഏജ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഈ കാലത്തിന്റെ താർക്കികൻ. 1 കൊരിന്ത്യർ 2:6 പറഞ്ഞിരിക്കുന്നു, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ നിങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല എന്ന്. 2 കൊരിന്ത്യർ 4:4 പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട് ആക്കി എന്ന് പറഞ്ഞു. ഈ കാലത്തിന് ഒരു ദൈവമുണ്ട്, അത് നാം ആരാധിക്കുന്ന ദൈവമല്ല. ഗലാത്യർ 1:3 പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനായി. പിതാവിന് എപ്പോഴാണ് ഈ കാലം ആരംഭിച്ചത്? ഉൽപ്പത്തി 3 മനുഷ്യന്റെ വീഴ്ചയുടെ സമയത്ത്. മത്തായി 13:39 പറയുന്നു, കള ദുഷ്ടന്മാരുടെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം എന്ന്. എപ്പോഴാണ് കൊയ്ത്ത്? ലോകാവസാനം. ഈ കാലത്തിന്റെ അവസാനം യേശു പറഞ്ഞു വിളവ് പാകമായിരിക്കുന്നു. അതിനർത്ഥം ഈ കാലത്തിന്റെ അവസാനമായിരിക്കുന്നു. ആരാണ് കൊയ്യുന്നത്? മാലാഖമാർ, നമ്മളല്ല. നാം അറിയണം നമ്മുടെ സ്ഥാനവും ഈ ലോകത്തിലെ നമ്മുടെ സമയവും നമുക്കുള്ള അധികാരവും. കാരണം നാം ഈ കാലത്തെ അടുത്ത കാലത്ത് നിന്നാണ് കാണുന്നത്. കാരണം നിത്യജീവൻ അടുത്ത കാലത്താണ്. ചിലർ പറയും നിത്യജീവൻ ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു എന്ന്. അവർ ശരിയാണോ? അതെ. എങ്ങനെ? ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ കാലം മുതൽ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ് നിത്യജീവൻ? യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയാമോ? നിങ്ങൾക്ക് ഏക സത്യദൈവത്തെ അറിയാമോ? നിങ്ങൾക്ക് സത്യദൈവത്തെ അറിയാമോ? എങ്കിൽ അതാണ് നിത്യജീവൻ. എവിടെയാണ് ഇത് ആരംഭിച്ചത്? നിങ്ങളുടെ ആത്മാവിൽ. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? യേശുവിനൊപ്പം സ്വർഗീയ തലങ്ങളിൽ. നിങ്ങളുടെ ഇടതും വലത്തേക്ക് ഒന്ന് നോക്കുക. അത് യേശുവാണോ? അല്ല. ഭൗതികമായി നിങ്ങൾ ഈ ഹാളിലാണ്.
എപ്പോ ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് നാഥനൊപ്പം സ്വർഗീയ തലങ്ങളിൽ ഇരിക്കുന്നു. പാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നതെന്നാൽ നാം ഇപ്പോഴേ അത് ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം നാം നിത്യതയിൽ ജീവിക്കുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു. നമ്മുടെ ദൈവം വളരെ നല്ല ദൈവമാണ്. എന്ത് സംഭവിച്ചാലും നമുക്ക് യേശുവിനെ വിശ്വസിക്കാം. ദൈവത്തിന്റെ രാജ്യമുണ്ട്, അത് നമ്മുടെ ഉള്ളിലാണ്. അതാണ് യേശു പറഞ്ഞത് അല്ലേ? നാം ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ്. നമ്മിൽ നിന്ന് നിത്യജീവൻ പുറത്തേക്ക് പോയി നാം ദൈവരാജ്യം നാം പോകുന്നിടത്തെല്ലാം സ്ഥാപിക്കും. യോശുവയോടുള്ള വാഗ്ദത്തം ഓർക്കുക, നിന്റെ കാൽ പതിയുന്നിടത്തുമെല്ലാം നിനക്ക് നൽകപ്പെടും. നാം എല്ലാം സാക്ഷികളായിരിക്കണം, ക്രിസ്തുവിന്റെ അംബാസിഡർമാർ. അതാണ് ഈ കാലത്തിൽ നമ്മുടെ ജോലി. യേശു പറഞ്ഞു, നിന്റെ ഹിതം സ്വർഗത്തിലെന്ന പോലെ ഭൂമിയിലും നിറവേറ്റപ്പെടും. ജോർജിനൊരു കടയുണ്ട്. അവന്റെ പിതാവാണ് ഈ കടയുടെ ഉടമ. ആ പിതാവിന് 1000 കടകളുണ്ട്. ജോർജ് എന്താണ് ചെയ്യേണ്ടത് എന്നതിന്റെ ഉത്തരവ് കിട്ടുന്നത് പിതാവിൽ നിന്നും അന്നേ ദിവസം രാവിലെയാണ്. ജോർജ് കടയിൽ പോയി ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. അതേപോലെ തന്നെ നമുക്ക് കൊയ്ത്തിനുള്ള പാഠങ്ങളുണ്ട്. നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. നാം പാടത്തേക്ക് പോകുമ്പോൾ കസ്റ്റമർ വരും. ഞാനൊരു 30,000 കോടി വാങ്ങിയാൽ ഡിസ്കൗണ്ട് കിട്ടുമോ? ആദ്യം അത്രയും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ജോർജ് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് അയാളോട് കാത്തു നിൽക്കുക, ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് വളരെ ബുദ്ധിമാനാണ്. അയാൾ ഒരു നിർദ്ദേശ സംഹിതയുടെ ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിന് വിളിക്കേണ്ടതില്ല. ജോർജ് ആ ബുക്ക് എടുത്തിട്ട് നോക്കും. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ബുക്കിന്റെ പേജിൽ ചാപ്റ്റർ 3 വാക്യം 16 ഇങ്ങനെ പറയുന്നു, ഇത്ര വാങ്ങിയാൽ ഇത്ര ഡിസ്കൗണ്ട് എന്ന്. അപ്പോൾ പിതാവിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ജോണിനെയോ മൂത്ത സഹോദരനെയോ ഒക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ പാസ്റ്ററിനെയോ വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവന് അറിയില്ല, അവന് ഒരു തണുപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അടുത്തുള്ള കടക്കാരൻ ജോർജിനെ കളിയാക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ജോർജിന് മനസ്സിലായാൽ തന്നെ കളിയാക്കുകയാണെന്ന്. അപ്പോൾ ജോർജിന് ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഒരു അവകാശമുണ്ട്. വഴക്കിന് പോണോ അതോ പിതാവിനെ വിളിക്കണോ എന്ന്. പിതാവിന് ഒരുപാട് മാലാഖമാരുണ്ട്. അതിലെ ഒരാൾ മതി ആ മനുഷ്യനെ ശരിയാക്കി വിടാൻ. എന്താണ് ബുദ്ധിയുള്ള കാര്യം? പിതാവിനെ വിളിച്ച് ഇയാൾ കളിയാക്കുകയാണെന്ന് പറഞ്ഞാൽ പിതാവ് പറയും, വിഷമിക്കേണ്ട, ആദ്യം കടയുടെ രാജ്യവും ശരിയായ സെയിൽസ്മാൻഷിപ്പും ഒക്കെ നോക്കിക്കോളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന്. ഇത് സ്ക്രിപ്ചർ അല്ല, പക്ഷെ സ്ക്രിപ്ചറിൽ പറയുന്നു, മുന്നേ തന്നെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, ഇതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന്. അതിനർത്ഥം നാം നിത്യതയിൽ ജീവിക്കുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നു. നമ്മുടെ ദൈവം വളരെ നല്ല ദൈവമാണ്. എന്ത് സംഭവിച്ചാലും നമുക്ക് യേശുവിനെ വിശ്വസിക്കാം. അവിടുന്ന് റോക്ക് ഓഫ് ദ ഏജ് ആണ്. അതായത് യെശയ്യാ 26:3 പറയുന്നു, സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിനെന്ന്. ആംപ്ലിഫൈഡ് വേർഷനിൽ എബ്രായ എഴുത്തിനെ കുറച്ചും കൂടി വിൽഡായി പറയുന്നു, ലോർഡ് ഗോഡ് ഈസ് എവർലാസ്റ്റിംഗ് റോക്ക് ഓർ ദ റോക്ക് ഓഫ് ഏജസ് എന്ന്. ദൈവം ഒരു നിത്യതയുടെ പാറയാണ്, യുഗങ്ങളുടെ പാറ. 1 കൊരിന്ത്യർ 10:4 പറയുന്നു, ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന്. നാം സൃഷ്ടിയിൽ നിന്ന് ആരംഭിച്ചു. പാസ്റ്റർ വിവരിച്ചു പറഞ്ഞു തന്നു എങ്ങനെ ചിലർ അടുത്ത ദേവാലയം പണിയാൻ ശ്രമിക്കുന്നു എന്ന്. നാം ആത്മീകമായി 2 കാലങ്ങൾ ഉണ്ടെന്ന് കണ്ടു. ഈ 2 കാലവും വരുവാനുള്ള കാലവും ഈ കാലത്ത് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഉണ്ട് താനും. ചില കാര്യങ്ങൾ അവസാന കാലത്ത് നടക്കും. നാം എല്ലാം ഉറപ്പായി അടുത്ത കാലത്തേക്ക് പോവുകയും ചെയ്യും. നാം എവിടെയാണ് ആ കാലത്ത് ചെലവിടാൻ പോകുന്നത് എന്നത് ഈ കാലത്ത് നാം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായാണ്. യേശുവിനെ ഈ കാലത്തിൽ നാം സ്വീകരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പിതാവിന് നാം എല്ലാം രക്ഷിക്കപ്പെടണമെന്നാണ്. അവിടുത്തെ പുത്രൻ നമ്മോട് പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം പ്രഖ്യാപിക്കുവിൻ എന്ന്. ആമേൻ. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.